ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. ഒരു പുട്ടാണ്, പക്ഷേ നമ്മൾ പുട്ടുണ്ടാക്കുന്ന രീതിയിലല്ല ഈ ഒരു പുട്ട് റെഡിയാക്കുന്നത്. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഒരു പുട്ട് റെഡിയാക്കുക. അപ്പോൾ മണിപ്പുട്ട് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പുട്ടിൻ്റെ കൂടെ കഴിക്കുന്ന എല്ലാ കറികളും പഴവും എല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്ന കറികളും കഴിക്കാം. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയം എടുക്കുമെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. കുറച്ച് പ്രോസസ്സൊക്കെ ഉണ്ട്. നമ്മൾ പുട്ടിന് പൊടി നനയ്ക്കുന്ന പോലെ അത്ര ഈസി അല്ല. കുറച്ച് വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കണം, ഇടിയപ്പത്തിൻ്റെ ഭാഗത്തിലൊന്ന് കുഴച്ചെടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മണിപ്പുട്ട് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പത്തിരിയുടെ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടി, പത്തിരിയുടെ പൊടിയായാലും ഇടിയപ്പത്തിൻ്റെ പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ. നൈസായിട്ടുള്ള പൊടിയായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. തരിയുള്ള പൊടി എടുക്കരുത്, നമ്മുടെ പുട്ടുപൊടി എടുക്കരുത്. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് 240 ml കപ്പിന് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1/2 കപ്പിൽ കൂടുതൽ തേങ്ങയുണ്ട്. നിങ്ങൾക്ക് എത്ര തേങ്ങ വേണം എന്ന് വെച്ചാൽ അത്രയും തേങ്ങ എടുക്കുക. ഇതിൽ തേങ്ങയുടെ അളവൊന്നും പറയാനില്ല. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടി വേറെ വേണം. അത് നമ്മൾ ഇടിയപ്പം പിഴിഞ്ഞു വരുമ്പോൾ മനസ്സിലാവും വേറെ എന്തിനാണ് അരിപ്പൊടി ഉള്ളതെന്ന്. ആ അരിപ്പൊടിക്കും അളവൊന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഈ പൊടിയിലേക്ക് നമുക്ക് ആദ്യം ഉപ്പ് ചേർത്ത് വെള്ളം ചേർത്ത് നമ്മുടെ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. തിളച്ച വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊടിയിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് പൊടിയിലേക്ക് ഉപ്പ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേർക്കാം, ഇല്ലെങ്കിൽ വെള്ളത്തിൽ ഉപ്പ് ചേർത്താലും മതി. ഞാൻ വെള്ളം അളന്നല്ല എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പൊടിയിൽ ഉപ്പ് ചേർക്കുന്നത്. ഞാൻ എപ്പോഴും പൊടിയിൽ തന്നെയാണ് ഉപ്പ് ചേർക്കാറുള്ളത്. ഇനി ഉപ്പൊന്ന് മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ പൊള്ളും. ചൂടുവെള്ളമല്ലേ, അതുകൊണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് പൊടിയൊന്ന് ഉപ്പുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് തിളച്ച വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് തന്നെ മുഴുവൻ വെള്ളം ഒഴിക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുക്കുക. ഇതൊന്ന് ചൂട് മാറി വന്നിട്ടേ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കുഴച്ചെടുത്തിട്ട് വേണം പിഴിഞ്ഞെടുക്കാനായിട്ട്. നമ്മൾ ഇടിയപ്പം പിഴിയുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇത് പുട്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പമായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ സാധാരണ ഇടിയപ്പത്തിൻ്റെ അച്ചിലല്ല നമ്മൾ പിഴിയുന്നത്. ഇതുപോലെയുള്ള ചില്ലുണ്ടല്ലോ, വലിയ ഹോൾസ് ഉള്ള ചില്ല്. ഇടിയപ്പത്തിൻ്റെ ചില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ ഹോൾസ് ഉള്ള ചില്ലായിരിക്കും. ഇത് നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും വലിയ ഹോൾസ് ഉള്ള ചില്ലാണ്. ഈ ചില്ലിട്ടിട്ടാണ് ഞാനിപ്പോൾ ഇടിയപ്പം പിഴിഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇടിയപ്പം പിഴിഞ്ഞെടുക്കട്ടെ. ഇടിയപ്പം പിഴിഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളും കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്ലേറ്റിൽ കുറച്ച് അരിപ്പൊടി ഇതുപോലെ ഇട്ട് വയ്ക്കുക. അരിപ്പൊടി വിതറി ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ ഇടിയപ്പം പിഴിഞ്ഞ് ഇട്ട് വയ്ക്കാനായിട്ട്. നമ്മൾ ഡയറക്റ്റ് പുട്ടുകുറ്റിയിലേക്ക് ഇടിയപ്പം പിഴിയല്ല, ഇതുപോലെ ഒരു പ്ലേറ്റിലേക്കാണ് ഇടിയപ്പം പിഴിയേണ്ടത്. ഇത് ഏത് ഷേപ്പിലുള്ള പ്ലേറ്റ് ആണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ആ അരിപ്പൊടി ഇട്ട പ്ലേറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ ഫില്ല് ചെയ്ത് പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഇതിൽ പുട്ടിൻ്റെ പൊടി എടുക്കരുതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പുട്ടിൻ്റെ പൊടിയാണെങ്കിൽ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ കൂടി പിഴിഞ്ഞ് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പുട്ടുപൊടി ഉപേക്ഷിച്ചിട്ട് ഇടിയപ്പത്തിൻ്റെ പൊടി തന്നെ എടുത്തിട്ട് ഇടിയപ്പം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ പൊടിയിലേക്ക് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാം. ഇങ്ങനെ കുറച്ച് വിട്ടായിട്ട് പിഴിഞ്ഞ നീളത്തിലോ ഏതെങ്കിലുമൊക്കെ ഷേപ്പിലാക്കിയിട്ട് പിഴിയാം കേട്ടോ. നമുക്കിത് മുറിഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല, മുറിഞ്ഞ് തന്നെയാണ് കിട്ടേണ്ടത്. ഒരുമിച്ച് ആവാതെ, നമ്മൾ ഇടിയപ്പം പോലെ ആവാതെ പിഴിഞ്ഞെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടിയുണ്ട്, അത് ഞാൻ പറയാം. നമ്മളിങ്ങനെ പിഴിഞ്ഞു. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് അരിപ്പൊടി നമ്മുടെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുക. ഈ പൊടി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് പതുക്കെ ഇതുപോലെ വിടിയിച്ചെടുക്കണം. ഇത് കണ്ടോ, കുറച്ചുകൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അരിപ്പൊടി കൂടുതൽ ഇട്ട് കൊടുക്കണം.
പതുക്കെ അടിയിൽ നിന്ന് ഇതുപോലെ വിടിയിച്ച് ചെറിയ ചെറിയ പീസുകളാക്കി ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി നമുക്കിത് പുട്ടിൻ്റെ കുറ്റിയിലേക്ക് നിറച്ചെടുക്കാം. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അരിപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് കുറച്ചായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് അരിപ്പൊടി വീണ്ടും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ടിൻ്റെ കുറ്റിയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒട്ടിപ്പിടിച്ച് വന്നു എന്ന് വെച്ചാലും ഈ അരിപ്പൊടി ഇട്ട് വരുമ്പോൾ ഇത് വിട്ട് വന്നോളൂ കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ വിട്ട് വിട്ട് വരും. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഫില്ല് ചെയ്ത് തുടങ്ങാം. ഫില്ല് ചെയ്യുമ്പോൾ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് കുറച്ച് നമ്മൾ ഈ പിഴിഞ്ഞ് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് പുട്ട് ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ ഫില്ല് ചെയ്യാം കേട്ടോ. ഇതുപോലെ എടുത്തിട്ട് ഫില്ല് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഒട്ടി വന്നതൊക്കെ വിട്ട് വിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നതനുസരിച്ചാണ് അത് വിട്ട് വരിക. ഇനി വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, തേങ്ങ ഇടുന്നത് നിങ്ങളുടെ ഇഷ്ടമാണെന്നുള്ളത്. തേങ്ങ ഇട്ട് കൊടുക്കുന്നതിന് അളവ് പറയുന്നില്ല എന്ന് പറഞ്ഞത്. ഇപ്പം ചില ആളുകൾക്ക് ഏറ്റവും ആദ്യവും ഏറ്റവും അവസാനം തേങ്ങ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഇഷ്ടം. ചില ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഇഷ്ടം. അതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് വ്യത്യാസം വരുത്താം. ഞാൻ വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഈ പൊടി മാക്സിമം ഒഴിവാക്കിയിട്ടൊന്ന് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊന്നുപോലെ ഒന്ന് കയ്യിലിട്ടൊന്ന് തട്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ പൊടി അധികം നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് വീഴില്ല. ഇതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം. ലാസ്റ്റ് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മണിപ്പുട്ടിൻ്റെ പരിപാടി. മണിപ്പുട്ടെന്ന് പറയുമ്പോൾ കേൾക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള റെസിപ്പിയാണെന്ന് തോന്നും, പക്ഷേ ചെയ്യാൻ വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്. ഇതുപോലെ ഇടിയപ്പം പിഴിഞ്ഞെടുത്തിട്ട് കുറച്ച് അരിപ്പൊടി വിതറി കൊടുത്തിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരു വെറൈറ്റി പുട്ടാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു പുട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഫില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ വെച്ചിട്ട് പുട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പുട്ടിൻ്റെ പരിപാടി. അപ്പോൾ ഇനി പുട്ട് കുക്കാവട്ടെ. അപ്പോൾ നമ്മുടെ പുട്ട് കുക്കായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് പുട്ട് കുത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് തന്നെയാണ് പുട്ട് കുത്തിയെടുക്കുന്നത്. കണ്ടോ, നമ്മുടെ അടിപൊളി മണിപ്പുട്ട് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാ ദിവസവും പുട്ടുണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള മണിപ്പുട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടോ, ഓരോ തരികളും ചെറുതായിട്ടുള്ള തരികൾ എന്നല്ല പറയുക, ചെറിയ മണികളും നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. നമ്മൾ മണിപ്പുട്ടിൻ്റെ ആ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാതെ ഇതുപോലെ എളുപ്പത്തിൽ മണിപ്പുട്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് വേണമെന്ന് പലരും ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായതും അതുപോലെ ടേസ്റ്റ് കൂടിയതുമായിട്ടുള്ള ഈസി ആയിട്ടുള്ളതുമായിട്ടുള്ള നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇഷ്ടമായി കഴിഞ്ഞ റെസിപ്പി ആണെങ്കിൽ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണം കേട്ടോ. ഷെയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്തൊരു റെസിപ്പി ഏതാണെന്ന് അടുത്ത ദിവസം കാണാം. ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന കറികളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പയർ കറി ആയാലും കടലക്കറി ആയാലും ചിക്കൻ കറി ആയാലും വെജിറ്റബിൾ കറി ആയാലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കറി വേണമെങ്കിലും നമ്മുടെ കറി എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെയുള്ള ആ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ പഴം ചേർത്ത് കഴിച്ചാലും നല്ലത് തന്നെയാണ് കേട്ടോ. പുട്ടിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെ കഴിക്കുന്നു അതെല്ലാം ഈ ഒരു മണിപ്പുട്ടിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.